സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയുയരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കായിക മത്സരങ്ങൾ നാളെ രാവിലെ മുതലാണ്. ഇന്നു മുതൽ 8 ദിവസം തലസ്ഥാന നഗരം കൗമാര കായിക കുതിപ്പിന് വേദിയാകും. 67ാമത് സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിലെ രണ്ടാമത്തേത് കൂടിയാണ്. 16 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയിലധികമായി ശിക്ഷക് സദനിൽ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മേളയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. സിനിമാ താരം കീർത്തി സുരേഷാണ് മേളയുടെ ഗുഡ്വിൽ അംബാസിഡർ. ഞങ്ങളുടെ ഭാഗ്യചിഹ്നമായ തങ്കുവിനെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതും റിലീസ് ചെയ്തു. കായിക മാമാങ്കം നമ്മുടെ തലസ്ഥാന നഗരി ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു വിളംബരമായി എല്ലാവരും സ്കൂളുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഏറ്റെടുത്തതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. മത്സരങ്ങൾ നാളെ രാവിലെ മുതലാണ് ആരംഭിക്കുന്നത്. 12 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 20,000-ത്തിലധികം കായിക താരങ്ങൾ മേളയുടെ ഭാഗമാകും. 1944 കായിക പ്രതിഭകൾ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായും മേളയിലെത്തും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവുമാണ് പ്രധാന വേദികൾ. മഴയും വെള്ളക്കെട്ടുമുണ്ടായാലുള്ള പ്ലാൻ ബിയും തയ്യാറാണ്. മറ്റ് മഴ പെയ്താൽ ബാധിക്കുന്ന ചില 1-2 മൈതാനങ്ങളൂടെ ഉണ്ട്. അതൊരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ വേറെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഭക്ഷണപുര. ഒരേ സമയം 2500-ലധികം പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പാചകം. കായിക താരങ്ങളുടെ താമസത്തിനായി 74 സ്കൂളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സഞ്ചാരത്തിനായി 142 ബസ്സുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ട്രാക്കിലും ഫീൽഡിലും ഇനി കായിക കൗമാര കേരളത്തിന്റെ വീറും വാശിയും നിറയും. ആവേശം ചോരാതെ വാർത്തകൾ 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ക്യാമറാമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.